بسم الله الرحمن الرحيم من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا. പ്രിയമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ തഖ്വയുള്ളവരായി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ എല്ലാം ഭാവി നിശ്ചയിക്കുന്നത് യഥാർത്ഥത്തിൽ ഈമാനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈമാൻ ശരിയാവാതെ ഒരാൾക്കും വിജയിക്കാൻ കഴിയുകയില്ല, ഈ ലോകത്തും പരലോകത്തും. നമുക്കൊക്കെ പരലോകം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. എല്ലാവരുടെയും ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ആ പരമമായ യാഥാർത്ഥ്യം, ആ സത്യം, ആ സത്യത്തിൽ നമ്മൾ അടിയുറച്ച് നിന്നുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് നിന്ന് വിട പറയണം. എന്നിട്ട് നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ നമ്മെ വിചാരണ ചെയ്യുമ്പോൾ അവൻ്റെ കോടതിയിൽ എല്ലാവത്തിനും, എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞുകൊണ്ട് നമുക്കൊക്കെ വിജയിക്കാൻ സാധിക്കണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം അതിനു വേണ്ടിയാണ്. പക്ഷേ നമ്മളുടെ ഈമാനിനെ സംബന്ധിച്ച് പറയുമ്പോൾ പലപ്പോഴും ആദ്യമുണ്ടായ ആവേശങ്ങളൊന്നേ ഒക്കെയും പിന്നീട് കെട്ടുപോകുന്ന അവസ്ഥയാണ് പലരിലും കണ്ടുവരുന്നത്. എല്ലാ രംഗത്ത് നോക്കിയാലും ഒരു തണുപ്പൻ പ്രതികരണമാണ് കണ്ടുവരുന്നത്. നമസ്കരിക്കാൻ നിന്നാൽ പോലും ആ നമസ്കാരത്തിൽ അശ്രദ്ധയും അലസതയും ഒക്കെയായിട്ട് ആണ് നമ്മളുടെ നമസ്കാരം പോലും ഏറ്റവും അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട, ഇഷ്ടപ്പെട്ട ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തിനെ സംബന്ധിച്ച് പറഞ്ഞ നമസ്കാരമാണ്. ആ ഒരു നമസ്കാരത്തിന് പോലും ഹൃദയ സാന്നിധ്യത്തോടു കൂടി നമസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവിടെയൊക്കെ എന്തിൻ്റെ കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്തിൻ്റെ കുറവാണ്? അവിടെ ഈമാനിനെ സംബന്ധിച്ചുള്ള കുറവാണ് അവിടെയൊക്കെ പ്രതിഫലിക്കുന്നത്, പ്രകടമാകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ വിശ്വാസികളാണെന്ന് പറയുകയും എന്നിട്ട് വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ നമ്മൾ കണ്ടുവരികയാണ്. വിശ്വാസികളാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു ജീവിതത്തെ മുന്നിൽ വെക്കുവാൻ, സമർപ്പിക്കുവാൻ, ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു അടിയുറച്ച മുഅ്മിനാണ്, മുസ്ലിമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എത്രയോ തവണ ഇതെല്ലാം പരാമർശിച്ചിട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ ഒരു വേണ്ടത്ര ഒരു കിടിലം കൊള്ളൽ, ഒരു ഉൾക്കുടിലമായ ഒരു വലിയ ഒരു മാറ്റം
നമ്മളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ നമ്മുടെ ആദർശത്തെ ഇങ്ങനെ മുന്നിൽ വെക്കും. ചില സന്ദർഭങ്ങളിൽ അതിനെ തീരെ ഇല്ലാത്ത രീതിയിൽ വിശ്വാസം തീരെ ഇല്ലാത്ത നിലയിലുള്ള പ്രവർത്തനങ്ങളും സംസാരങ്ങളും നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അപ്പം അതൊക്കെ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ നോക്കിയാൽ ആരാണ് വിശ്വാസികൾ, ആരാണ് അവിശ്വാസികൾ എന്നതിനെ സംബന്ധിച്ചെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മുനാഫിക്കുകളെ സംബന്ധിച്ച് പറയുന്നത് ഖുർആൻ? മുനാഫിക്കുകൾ വിശ്വാസം അഭിനയിച്ച ആളുകൾ, ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പ്രവാചകന്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് അഭിനയിക്കുകയും ഹൃദയത്തിൽ ലവലേശം ഈമാൻ ഇല്ലാതിരിക്കുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവർ മുനാഫിക്കുകളാണ് എന്ന്. സഹോദരങ്ങളെ, അപ്പോൾ നമ്മളൊക്കെ ഏറെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മുഅ്മിനീങ്ങളാണോ? ആ വൃത്തത്തിനകത്ത് തന്നെയാണോ നമ്മൾ ഇപ്പോഴും ഉള്ളത്? അതോ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ കുറവുകളോ നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുനാഫിക്കുകളെ സംബന്ധിച്ച് പറഞ്ഞത് വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. ഈ മുനാഫിക്കുകളും ഈമാൻ കാര്യം പറഞ്ഞവരാ. നമ്മൾ പറയുന്നില്ലേ, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുക, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, വേദഗ്രന്ഥത്തെ കൊണ്ട് വിശ്വസിക്കുക, ദൂതന്മാരിൽ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എണ്ണിപ്പടിച്ച് കാണാതെ പഠിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതേപോലെയുള്ള വിശ്വാസികളായിരുന്നു ഇവരും, ഈ പറഞ്ഞ ആളുകളും. അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, വമിനന്നാസി മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് മൻ യഖൂൽ പറയുന്നവർ, ആമന്നാ ബില്ലാഹ് ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, വബിൽ യൗമിൽ ആഖിർ പരലോകത്തിലും അന്ത്യനാളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ആളുകൾ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞത് വമാ ഹും ബിമുഅ്മിനീൻ അവർ വിശ്വാസികളല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. എന്നിട്ട് പറഞ്ഞു യുഖാദിഊന അല്ലാഹ് അവർ അല്ലാഹുവിനെ വഞ്ചിക്കുക ചെയ്യുന്നു. സഹോദരങ്ങളെ, എത്ര കാര്യപ്പെട്ട വർത്തമാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളും അല്ലാഹുവിനെ വിശ്വസിക്കുന്നുണ്ട്, അന്ത്യനാളിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനനുസരിച്ച് പ്രകടമായ രീതിയിൽ നമ്മുടെ അമലുകൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയാന്തര ആളങ്ങളിൽ ഇതിന് വല്ല ചലനവും സൃഷ്ടിക്കുന്നുണ്ടോ? വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ല ചലനവും സൃഷ്ടിക്കുന്നുണ്ടോ? പ്രകമ്പനം കൊള്ളുന്നുണ്ടോ നമ്മുടെ ഹൃദയം? അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ, നരകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പേടിക്കുന്നുണ്ടോ? അല്ലേ? നരകം ഭയാനകമാണ്. ഇതൊക്കെ ഒരു വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നെ വിശ്വാസത്തിൽപ്പെട്ട കാര്യങ്ങളാണ് സ്വർഗവും നരകവും, അന്ത്യനാളും പരലോകവും. അതിനെ സംബന്ധിച്ചെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നതാണ് പ്രവാചകൻ. അതിനെ സംബന്ധിച്ച്, നരകത്തെ സംബന്ധിച്ച് പറഞ്ഞത് എന്താ? ഇത്തഖിന്നാർ നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചു കൊള്ളണേ, വലൗ ബിശഖിൻ തംറ ഒരു ഈത്ത പഴത്തിന്റെ ചീളെങ്കിലും ധർമ്മം ചെയ്തിട്ട്, ദാനം ചെയ്തിട്ട് എങ്കിലും നിങ്ങൾ നരകത്തെ കാത്തു സൂക്ഷിച്ചു കൊള്ളണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകം കണ്ടുവന്ന പ്രവാചകനാണ്. ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ കൂടുതൽ കരയുകയും കുറച്ചു മാത്രം ചിരിക്കുകയും ചെയ്യുമായിരുന്നുള്ളൂ. നമ്മളോ, നമുക്ക് കൂടുതൽ ചിരിയും കുറച്ച് കരച്ചിലുമാണ്. നമ്മുടെയൊക്കെ അവസ്ഥ അതാണ്, നമ്മുടെ ജീവിതത്തിലുള്ള അവസ്ഥ അതാണ്. നമ്മൾ കുറച്ചു മാത്രം കരയുന്നുള്ളൂ, കൂടുതലും നമ്മുടെ ജീവിതത്തിൽ ചിരികളാണ്. പ്രവാചകൻ പറഞ്ഞതോ, ഞാൻ മനസ്സിലാക്കിയതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ കൂടുതൽ കരയുകയും കുറച്ചു മാത്രമേ ചിരിക്കുകയും ചെയ്യുമായിരുന്നുള്ളൂ എന്നാണ്. പ്രവാചകൻ നരകം കണ്ടുവന്നയാളാണ്. നരകത്തിലെ ഓരോരോ ശിക്ഷകളെ സംബന്ധിച്ചും
കണ്ടുവന്നയാളാണ്, മനസ്സിലാക്കി വന്നയാളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ സ്വർഗത്തിന്റെ അനുഭൂതികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉള്ള ആ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിനെ നമ്മൾ കോട്ടം തട്ടാതെ, ഇളക്കം തട്ടാതെ ഏതു സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ നമുക്ക് ഒക്കെ സാധിക്കേണ്ടതുണ്ട്. വിശ്വാസമായിരിക്കണം നമ്മളെ മുന്നോട്ട് ചലിപ്പിക്കേണ്ടത്. കേവലമായ ബാഹ്യമായ എന്തെങ്കിലും പ്രകടനം മാത്രം പോരാ നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ മുസ്ലിമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ ഗുണവും മണവും രുചിയും എല്ലാം നമ്മൾക്കുണ്ടാവണം. ഈമാൻ അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാൻ, ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചു, അനുഭവിച്ചു. മൻ, ആരാണ്? റളിയ ലില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന് കാര്യങ്ങൾ: റബ്ബിനെ തൃപ്തിപ്പെട്ട ആളുകൾ, അതേപോലെ തന്നെ ഇസ്ലാം മതത്തെ ദീനായി അംഗീകരിച്ച ആളുകൾ തൃപ്തിപ്പെട്ടവർ, അതേപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ പ്രവാചകൻ കൊണ്ടുവന്നതിനെ, ആ പ്രവാചകനെ തൃപ്തിപ്പെട്ടതിനെയും തൃപ്തിപ്പെട്ടവരെയും അവരും ഈമാൻ, ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു എന്നാണ്. നമുക്ക് സാധിക്കുന്നുണ്ടോ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഈമാനിനെ കൊണ്ട് നമുക്കതിൻ്റെ ഒരു സുഖം നമുക്കൊക്കെ ലഭിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? എന്തുകൊണ്ട് അങ്ങനെ ഒരു ആ ഒരു തൊഴമ്, ആ ഒരു തൊഴമുൽ ഈമാൻ, ആ ഈമാനിന്റെ മാധുര്യം, ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല എന്നതിനെ സംബന്ധിച്ച് ഉത്തരം പറയുകയാണെങ്കിൽ, ഈമാൻ ശരിക്കും നമ്മുടെ അന്തരാളങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടില്ല, ഈമാൻ ഇറങ്ങിച്ചെന്നിട്ടില്ല. പണ്ടെങ്ങാനും വാപ്പായി നമ്മുടെ ഉമ്മയും വാപ്പയും ഒക്കെ മുസ്ലിമായതിൻ്റെ കൊണ്ട് മാത്രം നമ്മൾ മുസ്ലിമായതാണ്. പണ്ട് നമ്മുടെ ഉപ്പയും ഉമ്മയും നമ്മുടെ വാപ്പയും ഉമ്മയും മുസ്ലിമായത് കൊണ്ട് മാത്രം നമ്മൾ മുസ്ലിമായത് അല്ലാതെ എന്ത് പ്രത്യേകതയാണ് എനിക്കും നിങ്ങൾക്കും പറയാനുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് കേവലമായ ബാഹ്യമായ ഈ പറഞ്ഞതുപോലെ മുനാഫിക്കുകൾ പറഞ്ഞതുപോലെ ആമന്ന ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല എന്ന് അല്ലാഹു ഉത്തരം നൽകിയ ആ കൂട്ടത്തിൽ ഒരിക്കലും പെട്ടുപോകാൻ നമുക്ക് ഇടവരാൻ പാടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നാണ്. സഹോദരങ്ങളെ, ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിശ്വാസം നമ്മൾ ഖൽബ് കൊണ്ട് സ്വീകരിക്കണം, നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം. വിശ്വാസം നമ്മൾ പറയുമ്പോൾ പിന്നെ ഇഅ്തിഖാദും ബിൽ ഖൽബ്, ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കുക. ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക. അതേപോലെ ഇഅ്തിഖാദും ബിൽ ഖൽബ് വഅമലും ബിൽ ജവാരിഹ്, ഇതൊക്കെ ഈമാനിൽപ്പെട്ട ഈ മൂന്ന് ഈമാനിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഈമാനിൽപ്പെട്ട മൂന്ന് കാര്യങ്ങളാണിത്. നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക, പ്രഖ്യാപിച്ചാൽ മാത്രം മതിയോ? പോരാ, പിന്നെയോ അത് ഹൃദയത്തിൽ ഉറപ്പിക്കുക കൂടി വേണം. ഉറച്ച് നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണിത്. വഅമലും ബിൽ ജവാരിഹ്, അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു പ്രവർത്തനം നമ്മളിൽ നിന്നും പുറത്തേക്ക് വരണം. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈമാനിനെ നമ്മൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ഈ ഹലാവത്തുൽ ഈമാൻ നമുക്ക് ലഭിക്കും. ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളിലും ഉറച്ചു നിൽക്കാനും ഉറച്ച നിലപാടുകൾ സ്വീകരിക്കാനും പറ്റാത്തത്? എന്തുകൊണ്ടാണ്? ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇന്നും മാറിപ്പോയിട്ടില്ല. പഴയ ആ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ് നമ്മളിപ്പോൾ. അവിടെ നിന്ന് ഓരോ ദിവസം കഴിയും തോറും മാറി മാറി വരാനും വളർന്നു ഉയർന്നു വരാൻ, ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനീയങ്ങളിലേക്ക് എത്തിച്ചേരാനും നമുക്ക് കഴിയാതെ പോവുകയാണ്. നമ്മളിങ്ങനെ വളഞ്ഞു പോവുകയാണ്.
നമ്മളെ വളർച്ച താഴോട്ടാണ്. നമ്മളുടെയൊക്കെ ഈമാനിൻ്റെ കാര്യമെടുത്താൽ, ഗ്രാഫ് എടുത്ത് നോക്കിയാൽ അത് താഴോട്ടാണ് പോകുന്നത്. വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. കേവലമായ എന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസം, ഞാനൊരു വിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ, നല്ലൊരു പേര് മുസ്ലിം നാമം ഇട്ടാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു എന്നാണോ നമ്മൾ കരുതുന്നത്? ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ കൊണ്ടുപോയി ഖബറടക്കിയാൽ നമ്മൾ മുസ്ലിമായി എന്നാണോ നമ്മൾ ധരിക്കുന്നത്? ആ ധാരണ മൂഢമായ ധാരണയാണ്. പരലോകത്ത് കൃത്യമായ രീതിയിലായിരിക്കും ഓരോന്നും അളക്കുക. നമ്മുടെ വിശ്വാസത്തെ അവിടെ മാറ്റുരച്ച് നോക്കും. അള്ളാഹു കൃത്യമായി നോക്കും വിശ്വാസം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പ്രവാചകന്റെ അടുക്കൽ ഒരു കൂട്ടർ കൊണ്ട് പറയുകയാണ്, ഖാലത്തിൽ അറാബികൾ പറഞ്ഞു, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. കുൽ, പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, ലം തുഅ്മിനു, അവർ വിശ്വാസികളല്ല, വിശ്വസിച്ചിട്ടില്ല. നോക്കുക, പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട്, പ്രവാചകന്റെ മുമ്പിലാണ് വന്നിട്ട് പറയുകയാണ്, ഖാലത്തിൽ അറാബു ആമന്ന, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. കുൽ, അവരോട് പറഞ്ഞു കൊടുക്കുക, ലം തുഅ്മിനു, അവർ വിശ്വസിച്ചിട്ടില്ല. വലാകിൻ ഖൂലു അസ്ലംന, പക്ഷേ നിങ്ങൾ പറഞ്ഞു അസ്ലംന പറഞ്ഞു. നമ്മൾ മുസ്ലിങ്ങൾ ഇങ്ങനെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കാൻ സാധിക്കുന്ന തരത്തിൽ അസ്ലംന പറഞ്ഞു. പക്ഷേ പിന്നെ ആമന്ന പറയാൻ നിങ്ങൾ യോഗ്യത ആയിട്ടില്ല, അർഹരല്ല. എന്തുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഈമാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിച്ചിട്ടില്ല. അതാ കാരണം. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഈമാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിച്ചിട്ടില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വഇൻ തുതിഉല്ലാഹ വറസൂലഹു, ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അനുസരണമാണ്. അള്ളാഹുവിനെയും റസൂലിനോടുമുള്ള അനുസരണം. ആ അനുസരണം, വഇൻ തുതിഉല്ലാഹ വറസൂലഹു ലാ യലിതുകും മിൻ അഅമാലികും ഷൈആ, നിങ്ങളുടെ അമലുകളിൽ ഒരു കുറവും വരുത്തുകയില്ല. അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിച്ചാൽ, വഇൻ തുതിഉല്ലാഹ വറസൂലഹു, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചാൽ, ലാ യലിതുകും മിൻ അഅമാലികും ഷൈആ, നിങ്ങളുടെ അമലുകളിൽ നിന്ന് ഒന്നും കുറവ് വരുത്തുകയില്ല. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ്. വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. എന്താ ഇവിടെ പറഞ്ഞത്? നിങ്ങളുടെ ഈമാൻ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല. നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് പരിശോധിക്കുക. എന്തുകൊണ്ട് പല കാര്യങ്ങളിലും നിലപാടുകൾ നന്നാക്കാൻ സാധിക്കുന്നില്ല? എത്രയോ രാത്രികൾ കഴിഞ്ഞു പോകുന്നു, എത്രയോ നമസ്കാരങ്ങൾ ഖളായായി പോകുന്നുണ്ടോ? നമസ്കാരങ്ങൾ നമ്മൾ നമസ്കരിക്കാതെ പോകുന്നുണ്ടോ? എത്ര സുബഹി നമസ്കാരങ്ങൾ? എന്തുകൊണ്ടാണ് മുസ്ലിമേ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന നിന്റെ വീടിന്റെ തൊട്ടരികിൽ നിന്ന്, പള്ളിയിൽ നിന്ന്, മിനാരങ്ങളിൽ നിന്ന് ബാങ്കൊലികൾ നീ എത്രയോ ദിവസങ്ങൾ കേൾക്കുന്നു? എത്ര ആളുകൾ ഉണ്ടാവും പള്ളിയിൽ ആ സമയത്തുള്ള നമസ്കാരത്തിന്? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് പലതും പിന്തിക്കുന്നു, പലതും പിന്നോട്ടടിച്ചു പോകുന്നു? അതിൻ്റെയൊക്കെ കാരണം ഈ കാരണമാണ്. ഹൃദയം കൊണ്ട് ഈമാനിനെ നമ്മൾ സ്വീകരിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികൾ ആരാണെന്ന് പറയുകയാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹി ഉലൈക ഹുമുസ് സ്വാദിഖൂൻ. കൃത്യമായിട്ട് ആരാണ് വിശ്വാസികൾ, ആരാണ് യഥാർത്ഥ വിശ്വാസികൾ? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്നുള്ള വിളി ഖുർആനിൽ ധാരാളം കാണാം. വിശ്വാസികളെ എന്നുള്ള വിളി. എന്നിട്ട് വിശ്വാസികളോട് പല കാര്യങ്ങളും അള്ളാഹു നിർദ്ദേശിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ആരാണ് ആ വിശ്വാസികൾ? നമ്മളൊക്കെ ആ കൂട്ടത്തിൽ ഉണ്ടോ? ആ വിളിയിൽ നമ്മൾ ഉൾപ്പെട്ടോ? ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം. ഇന്നമൽ മുഅ്മിനൂന, യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, അവർ അല്ലാഹുവിലും അവന്റെ ദൂതനിലും റസൂലിലും വിശ്വസിക്കുന്നവരാണ് എന്ന യഥാർത്ഥ വിശ്വാസികൾ.
അള്ളാഹുലും അവൻ്റെ ദൂതരിലും വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ വെറുതെ വിശ്വാസം പോരാ, അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിച്ചാൽ പോരാ, അവൻ്റെ ഓരോരോ കൽപ്പനകളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ, ജീവിതത്തിലേക്ക് നമ്മൾ കൈമാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹ് പറഞ്ഞ കുറെ കൽപ്പനകളുണ്ടല്ലോ, കുറെ കാര്യങ്ങളുണ്ടല്ലോ, നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദീനായി പഠിപ്പിച്ചു തന്ന എത്രയോ എന്തെല്ലാം കാര്യങ്ങൾ. ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അവരാണ് വിശ്വാസികൾ, അവരാണ് മുഅ്മിനീങ്ങൾ. ഇന്നമൽ മുഅ്മിനൂൻ, അവരാണ്, ഇവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ എന്നാ പറയുന്നത്. ഇന്നമ എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് മാത്രമാണ്, അവർ മാത്രമായിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഇന്നമ ഒരു വാക്കിന്റെ മുന്നിൽ ചേർത്താൽ പറയാൻ പോകുന്ന കാര്യം ഉണ്ടോ, അവരായിരിക്കും, അവരെ കുറിച്ചായിരിക്കും ആ പറയുന്നത് എന്നാണ്. എന്നിട്ടോ ഖുർആൻ പറഞ്ഞു സുമ്മലം യർതാബു, പിന്നെ സംശയിക്കുകയില്ല. നമുക്കോ ഇപ്പോഴും സംശയം മാറിയിട്ടില്ല. പലതിൻ്റെ കാര്യത്തിലും നമ്മൾ ഇപ്പോഴും സംശയത്തിലാണ്. അള്ളാഹു ഉണ്ടോ എന്ന് പോലും സംശയിക്കുക. നിസ്കരിക്കുകയൊക്കെ ചെയ്യും, നിസ്കാരമൊക്കെ നടക്കും. പക്ഷേ അള്ളാഹു ചിലപ്പോൾ തോന്നുകയാണ് അള്ളാഹു ഉണ്ടോ, അങ്ങനെ തോന്നിക്കുകയാണ്. അള്ളാഹു ഉണ്ടോ, നിസ്കരിക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അള്ളാഹു ഉണ്ടോ, അങ്ങനെയുള്ള സംശയം. അവരൊരിക്കലും യഥാർത്ഥ വിശ്വാസികൾ സുമ്മലം യർതാബു, അവർ സംശയിക്കുകയില്ല. അവർ ദൃഢമായ വിശ്വാസമാണ് അവർ വെച്ചു പുലർത്തുന്നത്. ശരിയായ ഈമാനാണ് അവരിലുള്ളത്. ഒരിക്കലും സംശയിക്കുകയില്ല. അള്ളാഹും റസൂലും പറഞ്ഞ കാര്യത്തിൽ ഒട്ടും ഒരു സംശയവുമില്ല. ഈ മരണശേഷം അപ്പുറമുള്ള ജീവിതം നമ്മൾ എന്തിനു സംശയിക്കണം? എത്രയോ കൃത്യമായിട്ടാണ് ഖുർആൻ ആ കാര്യങ്ങളെ വരച്ചു കാണിക്കുന്നത്, പരലോക ജീവിതത്തെ സ്ഥാപിക്കുന്നത്. എത്രയോ ഖുർആൻ ആയത്തുകൾ. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല? നമ്മളത് മനസ്സിലാക്കുന്നില്ല. ഇതിനെല്ലാത്തിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരണമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്? ഖുർആനിനെ സംബന്ധിച്ച് ഒരു ചെറിയ സൂറത്തിന്റെ അർത്ഥമെങ്കിലും തെറ്റാതെ പറയാൻ, ഓതാൻ നമുക്ക് സാധിക്കുമോ? ഖുർആനിനെ സംബന്ധിച്ച് ഖുർആൻ അങ്ങോട്ട് മറിച്ചു നോക്കിയാൽ എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, ചരിത്രങ്ങൾ, നിയമവിധികൾ, നരകത്തിലെ കാരണങ്ങൾ, നരകശിക്ഷകൾ, നരകത്തിലെ ശിക്ഷകൾ, സ്വർഗത്തിനെ കുറിച്ചുള്ള വർണ്ണനകൾ, എന്തെല്ലാം കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആൻ. സ്വഹാബികൾ നമസ്കാരത്തിൽ നിന്നാൽ കരയുന്നു. ചില ഭാഗങ്ങൾ, ഖുർആനിന്റെ ഭാഗങ്ങൾ ഓതിക്കേൾക്കുമ്പോൾ നരകത്തിന്റെ ആ കാഠിന്യം അവരിങ്ങനെ ഓതിക്കേൾക്കുമ്പോൾ പൊട്ടി കരയുകയാണ്. എന്താ കാരണം? അവർക്ക് അർത്ഥം മനസ്സിലായി. നേർക്കുനേരെ അവർക്ക് ആ അർത്ഥം മനസ്സിലായി. നമ്മൾ മനസ്സിലാക്കിയില്ല, പഠിച്ചില്ല, പഠിക്കുന്നില്ല, പഠിക്കാൻ ശ്രമിക്കുന്നില്ല. അതിനെ അവഗണിച്ചു വച്ചിരിക്കുകയാണ്, കൈവിട്ടിരിക്കുകയാണ്, കൈയൊഴിഞ്ഞിരിക്കുകയാണ്. അതാണ് കാരണം. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് അതിന്റെ ഉത്തരങ്ങൾ. അതുകൊണ്ടാണ് നമുക്ക് സംശയങ്ങൾ ഏറി വരുന്നത്. വിശ്വാസികൾ ഒരിക്കലും സംശയിക്കുകയില്ല, സംശയിക്കാൻ പാടില്ലല്ലോ. അപ്പോ അതുപോലെ തന്നെ സഹോദരങ്ങളെ, വജാഹദൂ ബി അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, യഥാർത്ഥ വിശ്വാസികൾ വജാഹദൂ ബി അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ ധനം കൊണ്ടും ദേഹം കൊണ്ടും ജിഹാദ് ചെയ്യുന്നവരായിരിക്കും. ധനം കൊണ്ടും അതേപോലെ സമ്പത്ത് കൊണ്ടും ധനം കൊണ്ടും ദേഹം കൊണ്ടും ജിഹാദ് ചെയ്യുന്നവരായിരിക്കും. അപ്പോ ആ ഒരു ജിഹാദിൽ പെട്ടതാണ് എന്ത്? നമസ്കാരത്തിന് വിളിച്ചാൽ ഏറ്റവും എളുപ്പത്തിലുള്ള, എല്ലാവർക്കും നിർവഹിക്കാൻ കഴിയുന്ന, തിരക്കില്ലാത്ത ഒരു നമസ്കാരമാണ് സുബഹി നമസ്കാരം. ആർക്കും തിരക്കുണ്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ജോലി തിരക്കും അതൊന്നും പറയാൻ പറ്റുകയില്ല. സുഖമായിട്ട് വീട്ടിൽ ആണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ
പിന്നെ ജമാഅത്തിൽ പങ്കെടുത്ത് ഏറ്റവും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നമസ്കാരം സുബഹി ജമാഅത്താണ്. സുബഹിൻ്റെ നമസ്കാരം, അത് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച, ഇന്ന് നമ്മൾ സുബഹി നിസ്കരിച്ചില്ലേ, ആ നേരത്തെ നമസ്കാരം, വെള്ളിയാഴ്ച സുബഹിയുടെ നമസ്കാരം വളരെ ശ്രേഷ്ഠ, വളരെ പുണ്യമുള്ള നമസ്കാരമായിട്ടാണ് ആ ജമാഅത്തിനെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ദേഹം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒക്കെ ജിഹാദ് ചെയ്യാൻ കഴിയുന്നവർ, അവർ അങ്ങനെ ജിഹാദ് ചെയ്യുന്നവരാണ്. ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാണ് സത്യസന്ധന്മാർ, അവരാണ് യഥാർത്ഥ സത്യസന്ധന്മാരെന്ന് പറയുന്നത്. ഇപ്പോൾ സഹോദരങ്ങളെ, ഈ സഹാബികളുടെ ജീവിതവും അതേപോലെ തന്നെ ഒരുപാട് മുൻഗാമികളുടെ ചരിത്രങ്ങളൊക്കെ അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവങ്ങൾ എല്ലാം അവരുടെ വിജയത്തിന് അടിസ്ഥാനമായിട്ട് വർത്തിച്ചത് അവരിൽ ഉണ്ടായിരുന്ന രൂഢമൂലമായ അവരുടെ ശരിയായ ഈമാനായിരുന്നു, വിശ്വാസമായിരുന്നു. നമുക്ക് അത് അനുഭവിക്കാനുള്ള ഭാഗ്യമില്ലാതെ പോകുന്നത് ആ ഈമാൻ നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ പരിപൂർണമായി അത് മനസ്സിലാക്കി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. ഈമാൻ എന്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. ഞാൻ ഈമാൻ കാര്യം നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. നമ്മൾ പഠിക്കണം, നമ്മൾ വളർത്തണം, ഈമാനിനെ പരിപോഷിപ്പിക്കണം. ആ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനം ഇപ്രകാരമാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ ഈമാന ലയഖ്ലുഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലഖു സൗബ് ഫസ്അലുല്ലാഹ അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബികും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്ത്രം നുരുമ്പിപ്പോകുന്നത് പോലെ, വസ്ത്രം പഴയതാകുന്നത് പോലെ, വസ്ത്രം നശിച്ചു പോകുന്നത് പോലെ നിങ്ങളുടെ ഈമാൻ നിങ്ങളിൽ നിന്ന് നശിച്ചു പോകുന്നതാണ്. നമ്മുടെ ഈമാനെ അത് എപ്പോഴും നശിച്ചു പോകാം. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫസ്അലുല്ലാഹ അൻ യുജദ്ദിദൽ ഈമാൻ. ആ ഈമാനിനെ പുതുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹുവേ, നമ്മളെ ഒക്കെ ഈമാനിനെ നിലനിർത്തി തരണേ. ഒരു ഈ മുഅ്മിനായിട്ട് അള്ളാഹുവെ നീ എന്നെ വരിപ്പിക്കണമേ. അള്ളാഹുവെ, എന്നിൽ ഏതു സമയവും നീ തിരിച്ചു വിളിച്ചാലും ഒരു മുഅ്മിനായി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹുവെ എനിക്ക് നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവെ, എന്നിൽ നീ ഈമാനിനെ വർദ്ധിപ്പിക്കണമേ. തുടർന്ന് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ എപ്പോഴും നമ്മളിൽ ഉണ്ടാവണം. ഇത് ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം അങ്ങനെ ഈ വിശ്വസിച്ചത് കൊണ്ട് മാത്രം നമ്മൾക്ക് അത് ഈമാനികളായി മുഅ്മിനീങ്ങളായി എന്ന് നമ്മൾ ആരും ധരിക്കരുത്. എപ്പോഴും ഏത് സമയത്തും നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നോക്കുക, ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ കൂട്ടുകാരനോട് പറയുമായിരുന്നു, ഹലുമ്മു നസീദു ഈമാന, വരൂ നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കാം. ആരാ പറയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വർഗത്തിലൊരു വീട് ഉണ്ട് എന്ന് പ്രവാചകന്റെ നാവ് കൊണ്ട് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു. പിന്നെ ഈമാന്റെ കാര്യം പറയണ്ടല്ലോ. അത്തരത്തിലുള്ള ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, വരൂ കൂട്ടുകാരാ നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കാം. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇജ്ലിസു ബിനാ നസ്തദ് ഈമാന, ഞങ്ങളോടൊപ്പം ഇരിക്കൂ. നമ്മളൊക്കെ ഒന്ന് ഇരിക്കാൻ പറഞ്ഞ ഒരു ഖുർആൻ ക്ലാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നേരമില്ല.
നമുക്ക് നേരമില്ല. ആ സമയത്ത് എന്തെങ്കിലും ഒരു പിന്നെ വായിൽ വരുന്നത് എന്തെങ്കിലും പറഞ്ഞ് നമ്മളങ്ങ് ഒഴിഞ്ഞു മാറും. നമുക്ക് ഒരു ക്ലാസ്സോ കാര്യമോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പണിയുമില്ലെങ്കിലും ഒരു തിരക്കുമില്ലെങ്കിലും ഒരു അത്യാവശ്യമില്ലെങ്കിലും നമ്മൾ പറയും എനിക്ക് അവിടം വരെ ഇന്ന് അത്യാവശ്യമായിട്ട് ഇന്ന സ്ഥലം വരെ പോകേണ്ട കാര്യമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിയുകയാണ്. ഇവരെയൊക്കെ നോക്കുക സഹോദരങ്ങളെ, വളരെ പ്രമുഖരായ അല്ലാഹ് തൃപ്തിപ്പെട്ട ആളുകളല്ലേ ഇവർ. റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്നൊക്കെ പറഞ്ഞ് ഇവരെ സംബന്ധിച്ചല്ലേ, അവരുടെ ജീവിതമാണ് ഈ പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇജ്ലിസു ബിനാ നസ്ദദ് ഈമാന, ഞങ്ങളോടൊപ്പം ഇരിക്കൂ, നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കാം. അദ്ദേഹം തന്റെ പ്രാർത്ഥനയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ സിദ്നി ഈമാനം വയഖീനം വഫിഖ്ഹ, അല്ലാഹുവേ എനിക്ക് ഈമാനും അറിവും അതേ ദൃഢവിശ്വാസവും എല്ലാം നീ എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് ഈ മഹാന്മാരായ സ്വഹാബിമാർ ഒക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ നമ്മൾക്കൊക്കെ പ്രാർത്ഥിക്കണം. നമ്മളും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. കേവലമായ ബാഹ്യമായ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ജനിച്ചു അങ്ങനെ ആ ഒഴുക്കിൽ ഒഴുകിപ്പോയാൽ പോരാ. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആ കൂട്ടത്തിൽ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് അങ്ങനെ പോയാൽ പോരാ. മറിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളായി മാറാൻ, ആ യഥാർത്ഥ വിശ്വാസികളായി മാറാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുമോ, എന്തൊക്കെ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫോണിൽ, മൊബൈൽ ഫോൺ, എന്തെല്ലാം അറിവുകളാണ് അതിനകത്തുള്ളത്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, ഒരു ദിവസം ഒരല്പനേരം അതിനു വേണ്ടിയൊക്കെ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈമാനിനെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ